ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ത്രികോണ കാട്ടാവരാത ടൂറിസ്റ്റ് ആഡ് ലെവലിലുള്ള ഒരു പടത്തിനെ കുറിച്ചാണ്. ഫസ്റ്റ് പാർട്ടിന്റെ ഫുള്ള് വില കളഞ്ഞു ഈ പടം. പടം തുടങ്ങുന്ന കുറച്ച് പെണ്ണുങ്ങൾ ഓർഡർ ചെയ്യാത്ത ഫുഡ് വരുന്ന സമയത്ത് അവര് കലിപ്പാവും. അപ്പൊ അങ്ങോട്ട് ആ കടയുടെ ഓണറായിട്ടുള്ള ഷായത് വരും. അപ്പൊ അവനെ കാണുമ്പോ പെണ്ണുങ്ങൾക്കൊക്കെ നാണം വരും. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. പിന്നെ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് റാഗി ബ്രെഡിൽ ചീസ് ടോസ്റ്റ് ചെയ്ത് തരാൻ പറയും. അപ്പൊ നമ്മുടെ ഷായത് അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല, അതിനെക്കാളും ഹെൽത്തിയാണ് പാനിപ്പൂരി എന്ന് പറയും. എന്നിട്ട് ബോളിവുഡിലെ പെണ്ണുങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവരതങ്ങ് വിശ്വസിക്കും. എന്നിട്ട് ഇവൻ പുറത്തെ കടയിൽ പോയിട്ട് അത് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. പിന്നെ ഷായദിന് 16 കൊല്ലായിട്ടുള്ള ഒരു ലവ് ഉണ്ട്, രേഷ്മിക. ഇവൻ എങ്ങനെയാണോ 16 കൊല്ലം ഇതിന് സഹിച്ചത്? 2.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് സഹിക്കാൻ പറ്റുള്ള എനിക്ക്. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം, അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. പിന്നെ ഒരു ദിവസം ഷായത് രേഷ്മിയും കൂടി കൂട്ടുകാരുടെ വെള്ളടി പാർട്ടിക്ക് പോകും. എന്നിട്ട് ഷായത് വെള്ളടിച്ച് പൂക്കുറ്റിയാവും. നീ ഇതെന്നാ കൂടിയാടായി കുടിക്കുന്നേ? ഓ തുടങ്ങി ഉപദേശം. ഈ മദ്യം എന്ന് പറഞ്ഞാലേ സ്ലോ ഡെത്താണ്. എന്നുവെച്ചാ നീ പതിയെ പതിയെ മരിച്ചോണ്ടിരിക്കുകയാണെന്ന്. അയ്യോ പതിയെ മതി, ആർക്കത്ര ധൃതി. പിന്നെ അവിടെ വെച്ചിട്ട് ഒരു ഡൂഡ് ഇവരുടെ ഫ്രണ്ട് വൈഫിനെ ചീറ്റ് ചെയ്തു, ചാറ്റ് പൊക്കി എന്നുള്ള കാര്യം പറയും. ഇത് കേൾക്കുമ്പോ ഷായത് ഞാനൊക്കെ ആണെങ്കിൽ ആ ചാറ്റ് ഡിലീറ്റ് ആക്കിയനെന്ന് പറയും. അപ്പൊ രേഷ്മയ്ക്ക് ഒരു സംശയം തോന്നും. ഇനി നീ എങ്ങാനും ഞാനോ പോടാ. പിന്നെ മോർണിംഗ് ഇന്നലെ അവൻ അടിച്ചതിന്റെ കെട്ട് മാറാണ്ട് കിളി പോയ പോലെ നടക്കണ കണ്ടിട്ട് രേഷ്മിക അവന് ഹാങ് ഓവർ മാറാനായിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ എനിക്ക് കള്ളുടിക്കാൻ തോന്നുമ്പോ ഈ പച്ചവെള്ളം കുടിക്കും. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം. പിന്നെ അവള് ജോലിക്ക് പോവും. അപ്പൊ മറ്റവൻ ഫോൺ ചെയ്തിട്ട് ഇന്ന് ജിമ്മിക്ക് പോവും, ലേറ്റ് ആവും പറയും. അപ്പൊ അവൾക്ക് പ്ലേ ബോയ് ആണോ എന്ന് സംശയം തോന്നിയിട്ട് ഓരോ വിയേഡായിട്ടുള്ള സ്വപ്നം കാണും. ഇതേപോലത്തെ അവരാധിച്ച 2 സ്വപ്നം കൂടി അവള് കാണുമ്പോ പുറത്തിറങ്ങണ സമയത്ത് മദാമ്മമാരായിട്ട് കലാപരിപാടി ചെയ്യാനായിട്ട് ഓരോ കാരണങ്ങള്. സ്വപ്നാണ് പോലും സ്വപ്നം. പിന്നെ രേഷ്മിക ഞാൻ മൂഡ് ഓഫ് ആണ്, നമുക്കൊന്ന് ട്രിപ്പിന് പോവാന്ന് പറഞ്ഞിട്ട് ഇവര് സിസിലേക്ക് പോവും. അവിടെ വെച്ചിട്ട് രേഷ്മികയുടെ കൂട്ടുകാരിനെ കാണും. അവൾക്ക് തുണിയൊന്നും ഇല്ല. അവിടെ റോട്ടിക്കോട് നടക്കണ മദാമ്മമാര് പോലും അതിന് ഡ്രസ് ഇട്ടിട്ട് നടക്കണില്ല. എത്ര വർഷമായി ഇത് തന്നെ. പിന്നെ ഒരു 3 പേരും കൂടിയിട്ട് ബീച്ചിക്ക് പോവും. പിന്നെ കൂട്ടുകാരിയായിട്ടുള്ള കൃതി ചേച്ചി ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഇവര് പോവും. അവിടെ വെച്ചിട്ട് രേഷ്മികേനെ ഒരു സായിപ്പ് ട്യൂൺ ചെയ്യും. പിന്നെ ഒരു കൃതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവും. എന്നിട്ട് രേഷ്മിക അവൻ പ്ലേ ബോയ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നീ ഒന്ന് അവനൊന്ന് സെഡ്യൂസ് ചെയ്യാനായിട്ട് പറയും. ഇത് കേൾക്കുമ്പോ എന്നെ കൂട്ടുകാരി സമ്മതിക്കും. ബോളിവുഡ് ഐഡിയ. നിങ്ങ ചോക്കി ഇവളെന്താ ഇങ്ങനെ ചെയ്യണേന്ന്? കാരണം ഇതൊരു പേട്ടപ്പടണം, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, ഈ സെയിം കഥ ഞാൻ പഴയ ഒരു മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ മറ്റൊരുവന് കാണിച്ചു കൊടുത്തിട്ട് പ്രേമിക്കാൻ പറഞ്ഞതിന്റെ പ്രതിഫലം അല്ലേ ഇത്? ഞാൻ കൊണ്ടുപോകുന്നു, തളരരുത് ഗോപാലൻ. പിന്നെ കൃത്യ ചേച്ചി അവനെ സെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം, വാത്സല്യം വേണം. പിന്നെ അവൻ നമ്മ ടൂറിന് വന്നിട്ട് എങ്ങോട്ടെങ്കിലും പുറത്ത് കറങ്ങാൻ പോണ്ടേന്ന് രേഷ്മിയോട് ചോദിക്കും. അപ്പൊ അവള് ഞാനില്ലേ, നീ കൃത്യനെയും കൊണ്ട് കറങ്ങാൻ പൊക്കോളാൻ പറയും. എടാ, തെണ്ടിത്തരം കാണിക്കുന്നതിന് അതിലുണ്ട്. അവനോട് 2 മിനിറ്റ് മര്യാദയ്ക്ക് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നത്തിനാണ് ഇവളിങ്ങനെ കാട്ടിക്കൂട്ടണേ. പിന്നെ അവനും കൃത്യം കൂടിയിട്ട് അവിടെയുള്ള ഒരു മുന്തിരി തോട്ടത്തേക്ക് പോവും. മുന്തിരി പാടം പിന്നെ അവൻ വീട്ടിക്ക് വരും. എന്നിട്ട് മോർണിംഗ് ആവുമ്പോ വിൻഡോ തുറക്കണ സമയത്ത് വെയിലടിക്കുമ്പോ രേഷ്മികയ്ക്ക് തലവേദന എടുക്കും. സൂര്യൻ ഇനി അവളെ കാണുമ്പോ തിരിഞ്ഞു നിൽക്കണം. സൂര്യപ്രകാശം അവളുടെ ദേഹത്ത് അടിക്കാൻ പറ്റത്തില്ല, അവൻ വന്ന് നെഞ്ചു വിരിച്ച് നിൽക്കും. പിന്നെ എനിക്ക് വെയിലടിച്ചിട്ട് തലവേദന എടുക്കട, നീയും കൃത്യം കൂടി ഒന്ന് കറങ്ങാൻ പൊക്കോ, ഞാനിവിടെ കിടന്നോണ്ടെന്ന് പറയും. എന്താണത്, ബിറ്റുപടത്തിലെ കഥയോ? 16 കൊല്ലായിട്ട് പ്രേമിക്കണ പെണ്ണിങ്ങനെയൊക്കെ കാണിക്കുമ്പോ അവന് സംശയമൊന്നും തോന്നില്ലേ? പിന്നെ അവനും കൃതിയും കൂടിയിട്ട് ആ നാട്ടിലുള്ള ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പോവും. അങ്ങനെ കുറെ നേരം രാജ്യത്തിന്റെ ടൂറിസ്റ്റ് ആഡ് പോലെ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഡ്രൈവർ. സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്.
കൊറേ നേരം ആയല്ലോ മനുഷ്യനെ മെനക്കെടുത്താൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ രശ്മിക വിളിച്ചിട്ട് എന്തെങ്കിലും പരിപാടി നടന്നു എന്ന് ചോദിക്കും. അപ്പൊ അവൾ പറയും ഒന്നും നടന്നിട്ടില്ല എന്ന്. അപ്പൊ രശ്മിക മാക്സിമം ട്രൈ ചെയ്യാവും പ്ലേ ബോയ് ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയും. വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? പിന്നെ അവൻ കൃതിക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവൾക്ക് അങ്ങ് ശരിക്കും ലവ് ആവും. പിന്നെ ഒരു ബീച്ചിലേക്ക് പോണ സമയത്ത് ഈ സിനിമയുടെ ക്യാമറമാൻ സൂം ചെയ്യാനായിട്ട് തുടങ്ങും. ഒരുപാട് അങ്ങോട്ട് സൂം ചെയ്യണ്ട. പിന്നെ ഒരു രണ്ടുപേരും കൂടിയിട്ട് ഒരു റൂമിലേക്ക് പോവും. എന്നിട്ട് തിരമാല വരുന്ന സീൻ കാണിക്കും. എന്നിട്ട് ഇവിടെ തുണിയില്ലാണ്ട് കിടക്കണ കാണിക്കും. ഒരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ ഇതിന്റെ ഡയറക്ടർ ഇവര് തമ്മിൽ എന്തെങ്കിലും നടന്നുണ്ടോ എന്നുള്ള കാര്യം ഇപ്പൊ പറയില്ല. പടം തീരാറാവുമ്പോ അതൊരു ടെസ്റ്റ് പോലെ നമ്മളോട് പറയുള്ളൂ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. പിന്നെ രശ്മിക അവളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കും. അപ്പൊ അവളൊന്നും നടന്നില്ല എന്ന് കള്ളം പറയും. എന്നിട്ട് ഇവര് 3 പേരും കൂടി വൈബ് ചെയ്യാനായിട്ട് പോവും. നല്ല വിഷമമുണ്ടല്ലേ? വിഷമം നല്ലോണം ഉണ്ട്. പിന്നെ ഇവരും രശ്മിയും കൂടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഇന്ത്യക്ക് പോവും. എന്നിട്ട് കല്യാണ പാർട്ടിക്ക് കൃതിനെ വിളിക്കും. എന്നിട്ട് അവൾ അങ്ങോട്ട് വന്നിട്ട് ഐറ്റം ഡാൻസ് കളിക്കും. സ്നേഹം കൊണ്ടാ. പിന്നെ ഡാൻസ് കഴിഞ്ഞിട്ട് ഇവരുടെ ഫ്ലാറ്റിക്ക് പോവും. എന്നിട്ട് രശ്മിക അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അപ്പൊ കൃതി എനിക്ക് ഡ്രസ്സ് അലർജി അടി, ഞാൻ കിടക്കാൻ പോണ സമയത്ത് തുണിയില്ലാണ്ട് കിടക്കാൻ നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കും. ഒരു പ്രത്യേക ജീവിതല്ലേ. കൃതി എന്നിട്ട് ഇവരോട് രാത്രി തുണിയില്ലാണ്ട് കിടക്കും നല്ല രസമാണെന്ന് പറയും. എന്നിട്ട് ഇവരങ്ങനെ തുണിയില്ലാണ്ട് കിടക്കും. എന്റെ ടക്കിടുവ കണ്ടിട്ടുണ്ടോ? കുഞ്ഞി ടക്കിടുവ കാണണോ? പിന്നെ രാത്രി വെള്ളം കുടിക്കാൻ പോണ സമയത്ത് കൃതി തുണി ഊരിയിട്ട് അവരെങ്ങ് കാട്ടി കൊടുക്കും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ എന്നിട്ട് ഈ കാര്യം രശ്മിയോട് ഇവള് പോയിട്ട് അങ്ങ് പറയും കല്യാണം മുടക്കാനായിട്ട്. എന്റെ ചാരിത്രം പോയി, എന്റെ സീൻ ക്യാമറ പകർത്തി എന്നൊക്കെ പറഞ്ഞ ആണുങ്ങളെ വെറുതെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യല്ലേ മോളെ. പിന്നെ കൃതി അവനെ പോയിട്ട് പ്രൊപ്പോസ് ചെയ്യും. അവൻ എന്നിട്ട് കൺഫ്യൂസ് ആയിട്ട് ഇരിക്കും. ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ രശ്മിക്ക് മനസ്സിലാവും പണി പാളി. അവന് ചെറിയൊരു ഇഷ്ടമൊക്കെ അവളോട് ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഇവര് രണ്ടുപേരും കൂടിയിട്ട് അവനെ ഭ്രാന്ത് പിടിപ്പിക്കും. ഭ്രാന്തായാൽ എന്തു സുഖം, സകരാത്തുൽ മൗത്തെന്തു രസം. പിന്നെ കല്യാണത്തിന്റെ അന്ന് രശ്മിക നിനക്ക് അവളോടെ താല്പര്യം എന്ന് വെച്ചാൽ നീ പറയും, ഞാൻ നൈസായിട്ട് ഒഴിവായി പൊക്കോളാന്ന് പറഞ്ഞിട്ട് നന്മമരം കളിച്ച് ത്യാഗരാജാവാനായിട്ട് നോക്കും. ഇവന് ഇമ്മാതിരി പണി കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയിട്ട് ഒരു കൈ കൊണ്ട് തല്ലിയിട്ട് മറു കൈ കൊണ്ട് തലോടി കരുണ കാണിക്കുന്നു. ചേട്ടനെ എനിക്ക് മനസ്സിലാകുന്നേയില്ല. പിന്നെ അങ്ങോട്ട് കൃതി വന്നിട്ട് രശ്മികയാണ് നിന്നെ സെഡ്യൂസ് ചെയ്യാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടേന്ന് പറയും. എല്ലാരും കൂടി തമാശ കളിച്ച് തകർത്തത് എന്റെ ജീവിതമാണ്. പിന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രശ്മിക നീ അവിടെ കെട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവൻ എന്നോടുള്ള റെസ്പെക്ട് പോയാൽ ഞാൻ സഹിക്കില്ല എന്ന് പറയും. ഇവളാണല്ലോ എന്റെ കർത്താവ് വിശ്വസിച്ച് ഞാൻ താലോലിച്ച് ഓമനിച്ച് ഉമ്മ കൊടുത്ത് പണ്ടാരം നടന്ന് ഞാൻ ഒറ്റച്ചോട്ടിൽ കൊന്നു കളഞ്ഞേനെ. പിന്നെ അവസാനം രശ്മിയെ കരയണ കണ്ടിട്ട് ഇവന് ഫീലായിട്ട് നിങ്ങൾ ചെയ്തതിന് അതിൻ്റെതായ ശരിയുണ്ടെന്ന് പറഞ്ഞു അവരെ വൈറ്റ് വാഷ് അടിച്ചിട്ട് രശ്മികേനെ അവൻ കെട്ടും. മസില് മാത്രമേ ഉള്ളൂ, ബ്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ കല്യാണത്തിന് കൃതി ചേച്ചി വന്നിട്ട് അവനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് ആ റൂമിലൊന്നും നടന്നിട്ടില്ല എന്നുള്ള ട്വിസ്റ്റ് അങ്ങ് റിവീൽ ചെയ്യും. നമ്മളിതൊക്കെ കാണുമ്പോൾ ഞെട്ടണം. ഒന്ന് പോടാ. പിന്നെ ഒരു ഫസ്റ്റ് നൈറ്റിന് പോണ സമയത്ത് കൃതി അങ്ങോട്ട് വന്നിട്ട് നീ ഡൈവോഴ്സ് ആവാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറയും. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. അങ്ങനെ പടം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുന്നവാൻ ഈ സിനിമയിലെ നായകനാക്കണായിരുന്നു. കുഴപ്പമില്ല, 3-ാം ഭാഗത്തിലാക്കിയാൽ മതി.